അപ്പോൾ നമ്മൾ എന്താ സോഷ്യോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മൂന്നാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ ചാപ്റ്ററിലെ പ്രധാനമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ടുള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. നമ്മൾ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഷ്യോളജിയിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും 14 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് എന്താണ് സോഷ്യോളജിയുടെ സ്കോപ്പ്. അപ്പം ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുണ്ട് സോഷ്യോളജി എന്തോന്നാണ് എന്തിനൊക്കെ ഉള്ളതാണെന്നുള്ളത്. അപ്പം സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യോളജി എന്നുള്ള സബ്ജക്ട് വഴി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പഠിക്കാനും അത് പരിഹരിക്കാനും നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ദാരിദ്ര്യം വരുന്നുണ്ട്, വിവേചനം വരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് സഹായിക്കും, സോഷ്യോളജി പഠിച്ചാൽ സഹായിക്കും. ഇത് മാത്രമല്ല നമുക്ക് എന്താ കുടുംബത്തെ പറ്റിയിട്ടും വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനായിട്ട് ഈ സോഷ്യോളജി വഴി സഹായിക്കും. അത് ഈ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് വരുന്നത് 4 മാർക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എന്താണ് സോഷ്യോളജി എന്ന് എഴുതണം, എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ സ്കോപ്പ് എഴുതാനായിട്ട് നോക്കണം. ഇത് ഞാൻ ചെറിയ രീതിയിൽ ഒരു ഡെമോ കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ എന്താണ്, ആദ്യം സോഷ്യോളജി എന്തോന്നാണെന്ന് എഴുതണം, അത് കഴിഞ്ഞിട്ട് സോഷ്യോളജിയുടെ സ്കോപ്പിനെ പറ്റിയിട്ട് എഴുതണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളെ വീഡിയോസ് ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സോഷ്യോളജി എന്തോന്നാണ്, ആന്ത്രോപോളജി എന്തോന്നാണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ രണ്ടിന്റെ മീനിങ് എഴുതി വെക്കുക. എന്നിട്ട് വേണം ബാക്കി ഡിഫറൻസ് എഴുതാനായിട്ടുള്ളത്. ഈ ഡിഫറൻസുമായിട്ട് എന്ത് ചോദിച്ചാലും ഫസ്റ്റ് നിങ്ങൾ മീനിങ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇപ്പൊ സോഷ്യോളജി എന്തോന്നാണ്, സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പഠിക്കുന്നത്, നമ്മുടെ സൊസൈറ്റീനെ പറ്റിയിട്ടും സൊസൈറ്റീന്റെ മാക്രോ ലെവലിൽ ഒരു ഫോക്കസ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പക്ഷെ ആന്ത്രോപോളജി എന്തോന്നാണ്, നമ്മുടെ കൾച്ചറിനെ പറ്റിയിട്ടും നമ്മുടെ മനുഷ്യരെ പറ്റിയിട്ടും ഒക്കെയാണ് നോക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മൈക്രോ ലെവൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല, വേറെ കുറെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ബാക്കി നോക്കിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഇതൊരു ചെറിയൊരു ഐഡിയ ആണ് തരുന്നത് കേട്ടോ. 4 മാർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം മീനിങ് എഴുതുക, പിന്നെ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ അല്ലാണ്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക, എന്നിട്ട് വേണം ഏതെങ്കിലും ഒരു മീനിങ് എഴുതാൻ. അപ്പൊ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സയൻസ് ആണ്, സോഷ്യോളജി എന്ന് വെച്ചാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. ഓക്കെ, ഹിസ്റ്ററിയിൽ എപ്പോഴും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോഷ്യോളജി വരുമ്പോൾ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ ഫിനോമിനാസ് ഒക്കെ ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. പിങ്ക്. ഇനി അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പം ഇതിന്റെ മാർക്ക് വരുന്നത് എത്രയാണ്, 4 മാർക്കാണ്. നമ്മുടെ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം സോഷ്യോളജി ആദ്യം നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഡെഫിനിഷൻ മാത്രമാണ് എഴുതേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എഴുതാനായിട്ടുള്ളത്. അപ്പൊ സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, ഒരു ജനറൽ സയൻസ് ആണ്. എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പെഷ്യൽ സയൻസ് ആണ്. സോഷ്യോളജി പുതിയതായിട്ടുള്ള ഒരു സയൻസ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾഡ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. പിന്നെ നമ്മൾ സ്കോപ്പ് നോക്കി, സോഷ്യോളജിക്ക് എപ്പോഴും വൈഡർ ആയിട്ടുള്ള ഒരു സ്കോപ്പാണ്, എക്കണോമിക്സിന് എപ്പോഴും നാരോ ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 14 മാർക്കിനാണ്. 14 മാർക്കിനാണ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ 14 മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്താ ഈ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും അനലൈസിസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് വേണം ആ ഒരു എക്സാമിന് പോകാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം സോഷ്യോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കുക, അത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യുക, നമുക്ക് വീഡിയോസ് ഉണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നോട്ടും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ലൈക്ക് നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ എഴുതാൻ നോക്കുക. ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ എഴുതാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് 4ാമത്തെ ചാപ്റ്ററും കൂടി ഇന്ന് നോക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം
നാലാമത്തെ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ റിസർച്ച് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയിലെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ദി 4 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പം നമ്മൾ 4 രീതിയിൽ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 4 ടെക്നിക്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം എത്ര മെത്തേഡ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, ക്വസ്റ്റനറീസ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, സർവേസ് ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു 4 എണ്ണത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിച്ചു വെച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ റൈറ്റ് ദി 2 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. അപ്പം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവേഷനെ 2 ടൈപ്പിനെ പറ്റിയിട്ട് എഴുതാനാണ്. അപ്പം ഒബ്സർവേഷനെ പറ്റിയിട്ട് 2 ടൈപ്പിനെ പറ്റിയിട്ട് എഴുതാനാണ്. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. അങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷന്റെ മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ. അപ്പം ഒബ്സർവേഷന്റെ അകത്ത് വരുന്നതാണ്. പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ എന്തോന്നാണ്, നമ്മുടെ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ആള് ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ ഗ്രൂപ്പിനകത്തുണ്ട്. അങ്ങനെ ഉള്ള ആളിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേന് എന്താണ്, ആ ഒരു ഒബ്സർവേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾ എന്താണ്, ആ ഗ്രൂപ്പിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ നോൺ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പം ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, കറക്റ്റ് ഒരു 10 മാർക്കിന്റെ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇതും ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ആദ്യം ആ ഒരു ചാപ്റ്റർ എടുക്കുക, നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള. ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നിങ്ങൾ മാക്സിമം നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് ഇത്രയും പഠിച്ചിട്ട് പോകണം. ഒന്നും പഠിക്കാത്ത ആളുകൾ ഇത് ഇത്രയെങ്കിലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.